சட்டமன்ற தேர்தலில் இடுக்கியில் 5 சீட்டுகளும் UDF வெற்றி பெறும் என்று DCC தலைவர் CP மேத்யூ. இடுக்கி தொகுதியில் ரோசி அகஸ்டியன் உட்பட தோல்வி அடைவர். மாநில அரசுக்கு எதிராக மக்கள் திரும்பியுள்ளதாகவும் CP மேத்யூ கூறினார். അതിനെല്ലാം മുകളിലാണ് ജനങ്ങളുടെ ഒരു വികാരം നിൽക്കുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ദേവവും നിയോജകമണ്ഡലം. ഒരുപാട് ഭൂമി പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം ഉണ്ടാക്കി ഗവൺമെന്റ് ഒരു കാഴ്ചക്കാരായിരുന്നു എന്നുള്ളതാണ് അവർക്ക് അവരുടെ വികാരം എന്ന് പറയുന്നത്. പിന്നെ രാജ്യത്തിന് കുറച്ച് വോട്ട് പിടിക്കും, പക്ഷെ ആ വോട്ട് പിടിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളാണ്. അതാണ് എൻ്റെ സത്യം. LDFിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ കാർഡ് ഉള്ള മെമ്പർഷിപ്പ് ഉള്ള മാർക്സിസ്റ്റുകളും പല മാർക്സിസ്റ്റുകാരും ഈ ഭരണത്തിന് എതിരായി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കി. വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. 14,000-നും 15,000-നും ഭൂരിപക്ഷത്തിനും റോയി കെ പൗലോസ് MLA ആയി. SIR അത് ഈ ഉടുമ്പൻചോലയിൽ ഒരുപാട് ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു. അത് അവിടെ പരിശോധിച്ച് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്. കളക്ടർമാർ തമ്മിൽ ബന്ധപ്പെട്ടു. അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് SIR വന്നപ്പോൾ ഞങ്ങൾക്ക് അതിന് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വോട്ടുകൾ അത് ബോഗസായി ചേർത്തതായിരുന്നു. അവർക്ക് ആ വോട്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു 7,000 വോട്ടിന് മുകളിൽ ജയിക്കും എന്ന് ഞങ്ങൾ 5-5 അതാണ് ഞങ്ങളുടെ. ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഈ ഭൂരിപക്ഷത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോ ടൈം എന്റെ മറുപടി ഞാൻ പറഞ്ഞു. ജനങ്ങളുടെ മനസ്സിലാണ് ഗവൺമെന്റ് മാറിയേ പറ്റൂ എന്നുള്ള ചിന്താധാര ജനങ്ങളിൽ ഊടമൂലമായിരിക്കുന്നു. സ്പോണ്ടേനിയസ് ആയി വോളണ്ടിയറായി ഒഴുക്കായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് ഒഴുക്കായിരുന്ന ആളുകളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ ഒന്നും ആർക്കും കഴിയില്ല. രണ്ടാം കൂടെ കിട്ടിയപ്പോൾ അഹങ്കാരത്തിന്റെ പാതയിലൂടെ ഇടതുപക്ഷം നീങ്ങിയതിന്റെ പരിണത ഫലമാണ് ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു. 34 വർഷക്കാലം പശ്ചിമ ബംഗാൾ ഭരിച്ച സന്ദർഭത്തിൽ അവർക്ക് അവസാനമുണ്ടായ അതേ അവസ്ഥാവിശേഷമാണ് ഇവിടെ 10 വർഷം കൊണ്ട് സഖാവ് പിണറായിയുടെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായ ഭരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ വികാരം എന്നുള്ളതാണ്.